ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടി പോവാനിറങ്ങുന്നതിൻ്റെ ഒരുക്കങ്ങളും അതുപോലെ തന്നെ കല്യാണ വീഡിയോയിലെ ഭക്ഷണങ്ങൾ, അവിടെ ഒത്തുകൂടലുകൾ, എല്ലാവരെയും കാണുന്ന നിമിഷങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ പിന്നെ സമയം കളയാതെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാട്ടോ. ഞങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ച ശേഷം കേട്ടോ കല്യാണത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. ഞാനും ഇക്കയും കാക്കാര കുട്ടികളും താത്തയൊക്കെ ഉണ്ട് കേട്ടോ കല്യാണത്തിന് പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത്, ഒരു വണ്ടിയിലാണ് കേട്ടോ. കല്യാണം ഇവിടെ അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അപ്പം പിന്നെ അതിനെ മാത്രമുള്ള ദൂരം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ദൂരമല്ലേ എന്നൊക്കെ വിചാരിച്ചു കണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ കല്യാണത്തിന് പോകുന്നത്. മുമ്പിൽ ഞാനും എൻ്റെ മോളും ഇരുന്നപ്പോൾ കാക്കാൻ്റെ മോൾക്കും ഒരു ആഗ്രഹം മുമ്പ് തന്നെ ഇരിക്കണം കേട്ടോ. അങ്ങനെ അവളും ഇരുന്ന് അവിടെ കല്യാണ വീട്ടിലെത്തി. വീട്ടിലല്ല, ഓഡിറ്റോറിയമാണ് കേട്ടോ, ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യം അതൊക്കെ ഒന്ന് കുടിച്ചിട്ട് ഉള്ളിലേക്ക് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്ക് പോയപ്പം അവിടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോടൊക്കെ കുറേ സമയം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറേ സമയം അങ്ങനെ പോയിട്ടോ. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാണുമ്പോഴൊക്കെയാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും ഒന്ന് കാണുക ഒക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ സംസാരിച്ച് തീരൂല്ല. ഇങ്ങനെയൊക്കെ ആവുമ്പോഴല്ലേ കാണരുതി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ അപ്പം തന്നെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി പോയിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ അവിടെ പാട്ട്, ഡാൻസ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അതിലെങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. വർത്താനം ഇങ്ങനെ പറഞ്ഞിരുന്നിട്ടേ അവിടുന്ന് ആളുകൾ വന്ന് വിളിക്കുമ്പോഴാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ തിരക്കൊന്നുമില്ല പോരി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ പോണത്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറേ ആളുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് കാണുള്ളൂ എല്ലാവരെയും എന്നൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഫുഡായിട്ടുണ്ടായിരുന്നത് ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു, പൊറാട്ട, വെള്ളപ്പം, ബിരിയാണി, അങ്ങനത്തെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വയറു നിറയെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മെയിനാണല്ലോ മധുരം കഴിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഐസ്ക്രീമും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും പാട്ടും ഇതൊക്കെ കാണാൻ വേണ്ടി വീണ്ടും വന്നിരുന്നു കേട്ടോ. ഇതന്നെയാണല്ലോ പിന്നെ നമ്മൾ കല്യാണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ നമ്മൾ കുറേ സമയം അവിടെ ഇങ്ങനെ ഇരിക്കുമല്ലേ. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ അവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടങ്ങനെ ഇരുന്ന് പോരാൻ തോന്നൂല കേട്ടോ. എല്ലാവരും അപ്പോഴാണ് കാണുക, അല്ലാതെ പിന്നെ നമ്മൾ കൂടാനോ കാണാനൊന്നും പോവില്ല. ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടാവുമ്പോഴോ എന്നാൽ നമ്മൾ സംസാരങ്ങളും കാര്യങ്ങളും തീരൂല. അപ്പം എൻ്റെ മോളും കാക്കാൻ്റെ മോളും കൂടിയും പിന്നെ ഇങ്ങനെ മേൽക്കൊക്കെ വന്ന് അവിടെ പോലെ രണ്ടാളും കൂടിയും കളിക്കലൊക്കെ തുടങ്ങി. പിന്നെ കുറച്ചൊക്കെ സമയമായപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോഴും കല്യാണത്തിൻ്റെ വർത്താനം കാര്യങ്ങളൊന്നും തീരൂല. അങ്ങനെ പിന്നെ വീട്ടിലെത്തി പോയേക്കും പിന്നെ സമയം ഒരു 9:30, 9:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.